മാലേ, മോളെവിടെ പോണ്? എങ്ങും പോണില്ലപ്പാ. പിന്നെ മോളിപ്പോ കുടിയിന്ന് പുറത്താട്ടിറങ്ങിയെന്തിനാണ്? അത് അത് വള്ളിനെ കാണാനാണപ്പാ. ആഹാ, അപ്പൻ മോളോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. എന്താണിപ്പാ? മോളെ, മോള് പണ്ടത്തെ പോലെ ഈ കാട്ടിലൊക്കെ ചുറ്റാൻ പോകരുത്. നാട്ടിലെ മനുഷ്യര് കാട്ടി വന്നിട്ടുണ്ടെന്ന് മോക്കറിയാവല്ല. അതുകൊണ്ട് എന്താണപ്പാ? അവര് ചീത്തയാണ് മോളെ, നേരും നെറിയില്ലാത്ത കൂട്ടരാണ്. നമ്മളെ ഈ കാട്ടിൽ നിന്ന് ഓടിക്കാൻ വന്നവരാണ്. അവര് മോളെ കണ്ട വേണ്ട മോളെ, ബാക്കി അപ്പം പറയുന്നില്ല. മോൾ അങ്ങോട്ട് എങ്ങും പോകാണ്ടിരുന്നാ മതി. ഇല്ലപ്പാ, ഞാൻ അങ്ങോട്ടെങ്ങും പോണില്ല. വള്ളിനെ കണ്ടിട്ട് പിടിയെന്ന് വരാപ്പാ. മോളെ മോളെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണിപ്പാ? ചുടലമുത്തു മോക്കായിട്ട് ഊരി കളയാനിരിക്കുകയാണ്. അവൻ നല്ല ചെതുള്ളനാ മോളെ, അടുത്ത മൂപ്പനാണ് മോളെ അവൻ. മോളെ കഴുത്തി അവൻ താലി വെക്കുന്നത് കണ്ടിട്ട് വേണം അപ്പന് കണ്ണടയ്ക്കാൻ. മോളെന്താ ഒന്നും ഉണ്ടാത്തത്? ഞാൻ എന്തു പറയാനാണപ്പാ? എന്നാ അടുത്ത വിശാഖം കഴിഞ്ഞ ഇത് നടത്തണമെന്നാണ് അപ്പൻ കരുതിയിരിക്കുന്നത്. മോടെ മനസ്സിരിപ്പ് എന്താണെന്ന് ആലോചിച്ച് പറഞ്ഞാ മതി. ശരി. മാല എന്തു പറഞ്ഞു മൂപ്പ? അവക്ക് എതിരില്ലെന്നാണ് തോന്നണത്. എങ്കിൽ പിന്നെ താമസിപ്പിക്കണ എന്തിനാ? നാളെ തന്നെ. ഇതിനൊക്കെ നേരവും മുറയില്ലേ ചുടലമുത്തു? കൂട്ടരെ അറിയിക്കണ്ടേ? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി, അതുകൊണ്ടാണ്. നീ പേടിക്കാണ്ടിരി, അവിടെ മനസ്സൊന്നറിയുന്നത് വരെ കാക്ക്. പെണ്ണിന്റെ മുഖത്ത് എന്താണ് ഒരു വാട്ടം? ഒരു വാട്ടോ ഇല്ല. പിന്നെ വള്ളി കാണാത്തല്ലേ നിന്റെ മുഖം? കാര്യം എന്താണെന്ന് പറ. വള്ളി അപ്പം പറഞ്ഞു ചുടലയുടെ പെണ്ണാവണമെന്ന്. അത് നല്ലതല്ലേ? അടുത്ത മൂപ്പനാണ് അയാള്. എന്നാ നീ എടുത്തു. എനിക്ക് വേണ്ട. നിന്റെ പിറകെ നിന്നല്ലേ അയാൾ മാറാണ്ട് നടക്കണത്. വള്ളി, ഉയിര് പോയാലും ശരി, എനിക്ക് അയാളെ വേണ്ട. ഇപ്പൊ നിന്റെ നോട്ടം വേറെ കൊമ്പത്താണല്ലോ. പൊടി ആട്ടെ, ഇപ്പൊ എന്തിനങ്ങോട്ട് വന്നേ? വള്ളി, പിന്നെ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. എങ്ങോട്ട്? ഇല്ല, അവിടെ. എവിടെ? എവിടെന്ന്? കാട്ടിൽ നിന്ന് വന്നവരെ കാണാനാ? അയ്യോ, ഞാനില്ല. മൂപ്പന് ചുടലമുത്ത് പറഞ്ഞ എന്നെ ആദ്യം കുരുതി കൊടുക്കും. പിന്നെ പിന്നെ ഒന്ന് കാണുന്നേനാ. എന്നാത്തിനാണെന്നേ കാണുന്നത്? എനിക്കറിയാൻ മേല. എന്നാലേ ഇപ്പൊ കാണണ്ട. പെണ്ണ് ചുരുക്ക നടന്ന കുറിലാട്ട് പോ. നീ എന്തിനാ ഓടി വന്നത്? എന്തിനാ പാടിയത്? നീ കേൾക്കാൻ. അതാ ഞാൻ ഓടി വന്നത്. എന്റെ പാട്ട് കേട്ടാൽ നീ ഓടി വരുമോ? ഈ പാട്ട് കേട്ടാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഓ, ആ അതിരിക്കട്ടെ. നിനക്ക് എന്റെ കൂടെ വരാമോ? എങ്ങോട്ട് വിളിച്ചാലും വരും. ശരി, അപ്പൊ ഞാൻ ഈ സർവേ എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി നാട്ടിൽ വെച്ച് നിന്നെ ഞാൻ വിവാഹം കഴിക്കും. എന്നെ വിടൂ. നിൽക്കൂ. എന്നെ വിടൂ. എവിടെ പോകുന്നു? അവർ കാണട്ടെ. ഞാൻ നിന്നെ വിവാഹം ചെയ്യാനുള്ളതല്ലേ. എന്നെ വിടൂ, ഞാൻ പിന്നെ വരാം. ഒരു ചെറിയ സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എന്താ? സാറ് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രേമിക്കാൻ തുടങ്ങിയാൽ ആളെ കാവലിനെത്തിയിട്ട് പ്രേമിക്കാൻ പറ്റുമോ? കാടാണ്. ഓഹോ, അപ്പൊ കാടായാലും പ്രേമ അപകടമാണല്ലേ? ആ കാര്യം അപകടമാണ്. സാറും ആ കാട്ടാളത്തി പെണ്ണും കൂടെ സർവേ ചെയ്തോണ്ടിരിക്കുമ്പം ആ കാട്ടാളൻ ചുടലുമുത്തും അമ്പെടുത്തിങ്ങനെ നീട്ടി ഞങ്ങൾ അവനെ വെടിവെച്ച് വീട്ടിലെറിഞ്ഞ് കാര്യം അപകടമാകുമായിരുന്നു. ഓഹോ, ഐ എം താങ്ക്ഫുൾ മിസ് മേനോൻ. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അപ്പോ ആ സർവേയും ഈ സർവേയും കൂടെ ഒരുമിച്ച് നടക്കട്ടെ. ചതിച്ചെന്നാ തോന്നുന്നു ശങ്കരപ്പിള്ളേ. അല്ല സാറേ, ഈ കാട്ടിയാദിക്കാരി പെണ്ണിൽ
എത്ര ശ്രമിക്കാനും അത് തിരിക്കുന്നു. മാത്രവുമല്ല, അയ്യോ ഭയങ്കര മാന്തലല്ലേ, ഇതാൻ പറ്റത്തില്ല, മാന്തി പൊളിച്ചളയുന്നേ. അല്ലാതെ മേനോ സാറിനെ എങ്ങനെ അറിയാം? അല്ല, എങ്ങനെ അറിയോന്ന് ചോദിച്ചാലേ മാന്തി പൊളിക്കുമെന്ന് പറയായിരുന്നു. കാരണം ഈ കാട്ടിയാതി പെണ്ണല്ലേ, അതിന്റെ അർത്ഥം പറ്റുന്ന മൂളിയെ. കണ്ടതൊന്നും ഞാൻ മൂപ്പനോട് പറയേ. ഞാൻ അതൊക്കെ ക്ഷമിക്കുകയും ചെയ്തിരിക്കും. ഇനിയെങ്കിലും മാല എന്നെ കെട്ടാവും സമ്മതിച്ചാണ്. കുരുതിപ്പാറയ്ക്ക് പോകേണ്ടി വന്നാലും ഞാൻ തന്നെ കിട്ടുകയില്ല. മൂപ്പന്റെ കാലം കഴിഞ്ഞാ ഞാനാണ് ഈ കാട്ടിലെ മൂപ്പൻ. അന്ന് ഞാൻ ഈ കാട്ടിലേ കാണുകയില്ല. ആ നാട്ടു മനുഷ്യന്റെ കൂട്ടത്തിൽ പോകാമെന്നായിരിക്കും നീ നിരീക്ഷിക്കണത്. ഞാൻ ഉയരോടിരിക്കാനേ നടക്കില്ല. നീ എന്റേതാണ്. മാലേ, ചുള്ളമുത്തു പറഞ്ഞത് നേരാണാ? മാലേ, ചുള്ളമുത്തു പറഞ്ഞത് നേരാണെന്ന്. നമ്മളെല്ലാം ഈ കാട്ടി നോട്ടിക്കാമെന്നവരോട് നീ കൂട്ടുകൂടാൻ പോയി അല്ലടി. നിന്നെ കുരുതിപ്പാറെ കൊണ്ട് കുരുതി കൊടുക്കേണ്ടതാണ്. എനിക്കതല്ല മൂപ്പ പേടി. കാട്ടിലെ പെണ്ണ് പിഴച്ചു പോയാൽ കാട് കത്തിപ്പോവില്ലേ? അപ്പൊ നമ്മളെല്ലാം ആദ്യപ്പെട്ട് കത്തിച്ചാമ്പലാവില്ലേ? ചുടലമുത്തു പറയണ കേൾക്കണണ്ട, നീ കേൾക്കണുണ്ടാന്ന്. ഞാൻ അന്നേരം തന്നെ രണ്ടിനെയും കൊന്നേനെ. പിന്നെ നമ്മുടെ മാലയാന്നല്ലാന്ന് കരുതി മുണ്ടാണ്ട പോന്ന. ശരി, ചുടലമുത്തു പോ. ഇവൾക്ക് കൊടുക്കാനുള്ള ശിക്ഷ ഞാൻ കൊടുക്കണുണ്ട്. ഇത്തവണത്തേക്ക് മാപ്പ് കൊടുക്കുക. നമ്മൾ 3 പേരെ ഇത് അറിഞ്ഞിട്ടുള്ളൂ. കൂട്ടരാരും ഇതറിയരുത്. ഒന്നുമില്ലേലും അവളെന്റെ മുറപ്പെണ്ണല്ലേ. പോ. മോളെ, മോളിറ്റ് പോലുള്ളപ്പോ മോളെ അമ്മ ചത്തത്. പിന്നെ മോളെ വളർത്തിയ അപ്പന. മോളെ ഈ ഉടൽ തലയില്ലാതെ കുരുതിപ്പാറെ കിടക്കണ കണ്ട ഈ അപ്പന്റെ ചങ്ക് പൊട്ടിപ്പോവും മോളെ, പൊട്ടിപ്പോവും. കാട്ടിയാതിക്കാതെ തെറ്റ് ചെയ്താലെ കൊണ്ട് അവരെ ശിക്ഷിക്കേണ്ടത് ഈ അപ്പനോ? ഈ അപ്പനോട് മോളെ ചെയ്തല്ലോ മോളെ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലപ്പാ. ഇല്ലേ, പിന്നെ മോള് ചെയ്തതാ. മോളെ, നാട്ടിൽ നിന്ന് വന്നേ അവര് ചീത്തയാ മോളെ. അവര് നമ്മളെ പിഴപ്പിക്കും. അവര് നമ്മുടെ ശത്രുക്കളാ മോളെ. ഇല്ലപ്പാ, അവരെന്നെ പിഴപ്പിക്കാനപ്പാ. അവര് നല്ലവരാണപ്പാ. മിണ്ടിപ്പോകരുത്. ഇനി നീ അയാളെ കാണാൻ പോയാൽ ഉരുത്തിപ്പാറെ പോയി അപ്പൻ തെല്ലട്ടാൻ കുത്തിച്ചത്ര. ഇവിടുന്ന് പുറത്തിറങ്ങി പോകും. പറഞ്ഞേക്കാം. പള്ളി, ഇവളെ ഇനി ഒറ്റയ്ക്ക് പുറത്താട്ടെങ്കിലും വിടരുത്. എവിടെ പോയാലും നീ ഉണ്ടായിരിക്കണം കേട്ടാ. വള്ളി, ഇനി എനിക്ക് നിന്റെ കൂടെ പുറത്തു പോകാമല്ലോ. അപ്പൊ ഞാൻ നിനക്ക് കൂട്ടുവരണെന്നാണ്. ഞാൻ വരില്ല. നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. പക്ഷേ നീ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാ മതി. പെണ്ണേ, ഇവിടെ കുരുതി നടക്കും. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, എന്നാലും ഞാൻ പോകും. നീ വേണമെങ്കിലും എതിര് നിന്നു. എന്റെ മാലേ, നിനക്ക് ഞാൻ എതിര് നിൽക്കൂടി. പള്ളി, ചിലപ്പം കുരുതിപ്പാറ പോകേണ്ടി വരും. നിനക്ക് വേണ്ടിയില്ലേ, ഞാൻ പോയിക്കൊള്ളാം. പള്ളി, പള്ളി, മാലേ, എന്റെ പള്ളി.